ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിക്കിയ വിശ്വാസത്തെ കുറിച്ചായിരുന്നല്ലോ. നിക്കിയ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. നിക്കിയ ഇനി ചൊല്ലേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിക്കിയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവ സ്വർഗരാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിക്കിയ വിശ്വസിക്കണമോ, അല്ലെങ്കിൽ അതൊരു ഭാഗമാക്കി തീർക്കണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കുന്നത്. കാരണം സാംകുട്ടി സാറൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിക്കിയ ചൊല്ലണമെന്നൊക്കെയാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് എല്ലാവരും എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കാരണം എല്ലാവരിൽ നിന്നും ഒരു പ്രതിഷേധം ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും തെറ്റാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല. തെറ്റാണെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്തിക്കോസുകാരുടെ ആരാധന ഭയങ്കര ബഹളമാണെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, നിക്കിയ ചൊല്ലുകയാണെങ്കിൽ വലിയ ബഹളവുമില്ല. അപ്പൊ മറ്റു ഭാഗക്കാരാണല്ലോ, കാരണം കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള ആൾക്കാരാണല്ലോ ഈ സൗണ്ട് കേട്ടു, അല്ലെങ്കിൽ വേറെ മറ്റാൾക്കാരായിരിക്കുമല്ലോ ഈ ബന്ധിക്കോസുകാരോട് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഭയങ്കര സൗണ്ട് ആണല്ലോ. അപ്പൊ അവരുടെ നിക്കിയ എടുക്കുകയാണെങ്കിൽ അവർക്ക് വിഷമവുമില്ല, അക്കാര്യത്തിൽ അവർക്കും വിഷമമില്ല. കാരണം അവർ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് അവർക്കും ആ വിഷമം അങ്ങ് മാറുകയും ചെയ്യും. കാരണം സംഘടനകൾക്കെല്ലാം ഒരു സന്തോഷവുമാകും. അതെല്ലാം നോക്കിയാണ് അദ്ദേഹം നിക്കിയ എടുത്തത്. പക്ഷെ നിക്കിയ എടുത്തപ്പോൾ എന്താണ്, അദ്ദേഹം അവിടെ മുഴുവനും മുഴുവിപ്പിക്കാൻ അദ്ദേഹത്തിനോട് സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിനകത്ത് വിട്ടുകളഞ്ഞു. കാരണം കുറച്ച് മാത്രം മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിക്കിയ ചൊല്ലണമെന്നാണ് ബെന്തിക്കോസുകാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ബെന്തിക്കോസിൽ നിന്ന് പ്രതിഷേധങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. എങ്കിലും അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് നിക്കിയയില് ചില കാര്യങ്ങൾ നിക്കിയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെ. അപ്പൊ നിക്കിയെ കുറിച്ച് പറയുമ്പോൾ, നിക്കിയ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താണ്, ദൈവപുത്രനൊരു പ്രകൃതി ഉണ്ട് എന്നുള്ളതാണ് നിക്കിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് യഹോവ സാക്ഷിക്കാർ അല്ലെങ്കിൽ റസൽ മതക്കാർ വിശ്വസിക്കുന്ന എന്താണ്, ആദ്യത്തെ സൃഷ്ടിയായ ദൂതൻ എന്നോ അല്ലെങ്കിൽ ആദ്യ സൃഷ്ടിയായിട്ടാണ് യേശു ക്രിസ്തുവിനെ റസൽ മതക്കാർ കാണുന്നത്. ട്രിനിറ്റി വിശ്വസിക്കുന്ന ഒരു കാര്യം, സത്യദൈവത്തിൽ നിന്ന് ജനിച്ച സത്യദൈവവും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ജനനമില്ല, മരണമില്ലാത്ത ഒന്നാണ്, അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ താൻ മനുഷ്യനായിട്ട് തന്നെയാണ് താൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്, അല്ലെ. അപ്പൊ വണ്ണസ്കാരുടെ ദൈവം എന്ന് പറയുമ്പോൾ അത് യഹോവയാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8:40 പറയുന്നു. 8:40 ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. 8:40. യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. നാൽപ്പതാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, എന്നാൽ ദൈവത്തോട് കേട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു ഇതെന്ന് യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. 8:40 അത് പറയുന്നുണ്ട്. അപ്പൊ 8:40 പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യനായ എന്നെ. അപ്പം ദൈവം മനുഷ്യനായി വെളിപ്പെടുകയായിരുന്നു, വേഷത്തിൽ മനുഷ്യനായി എന്ന് കൊലോസ്യർ ലേഖനത്തിൽ ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വേഷത്തിൽ മനുഷ്യനായി എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ യേശുവിൽ നിന്ന് എതിരെ നിന്ന ശതാധിപൻ നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 15:31 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യേശുവിനെതിരായി നിന്ന ശതാധിപൻ അവനെ ഇങ്ങനെ പ്രാണൻ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് സത്യമെന്ന് പറഞ്ഞു. അപ്പൊ യേശു ഇതുവരെ ആരാണെന്ന് അറിയത്തില്ലാത്തവർക്ക് എന്താണ്, ഈ നിക്കിയ വേണം, അല്ലാതെ പറ്റുകയില്ല. കാരണം 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും പറയപ്പെടുന്ന ആളുകൾക്ക്, 3 ദൈവങ്ങളാണെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്, അല്ലെ.
ഒരു പാസ്റ്റർ പണ്ട് 3 ദൈവങ്ങളാണെന്ന് പറഞ്ഞു വെച്ച് പിന്നീട് അത് വിഷയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 വ്യക്തികളെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 3 ദൈവങ്ങളെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർമാർ വരെ ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാ കാലത്തും ഏക ദൈവമാണ്, അല്ലെ? ഏക ദൈവമാണ്. ഏക ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ദൈവവചനത്തിൽ പഠിക്കുന്നതും നമ്മൾ കാണുന്നതും എല്ലാം ഏക ദൈവത്തെ കുറിച്ചാണ്. അപ്പം സത്യദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് എന്ത് വേണം? സത്യദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ ദൈവവചനം വായിക്കണം. അല്ലാതെ നിക്കിയല്ല വായിക്കേണ്ടത്. നിക്കിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല കാലങ്ങളായിട്ട് വന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടായ ഒന്ന് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിക്കിയെ വായിച്ചിരുന്നു. വായിച്ച എല്ലാവർക്കും നിക്കിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്തെ ഫസ്റ്റ് ലൈനിലെ തെറ്റെന്താണ്? സത്യദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം സത്യദൈവത്തിനോട് സത്യദൈവവും അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ വളരെ എന്താ പറയുക, തെറ്റായ കാര്യങ്ങളൊക്കെ ഒത്തിരി അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അന്നത്തെ കാലത്തെ അറിയൂസ് കക്ഷികൾക്കെതിരായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കാരണം യേശു സൃഷ്ടിയാണെന്ന് പറഞ്ഞ അറിയൂസ് കക്ഷികൾക്കെതിരായിട്ടാണ് അന്നത്തെ അലക്സാണ്ട്രിയയിലെ ബിഷപ്പൊക്കെ തീരുമാനിച്ച് ഒരു നിക്കിയ തുടങ്ങാൻ തീരുമാനിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കാലത്തുണ്ടായ ഈ നിക്കിയ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് തെർത്തുല്യനും അതുപോലെ തന്നെ ഓർഗിന്റെ ഒക്കെ സിദ്ധാന്തത്തിൽ നിന്നും പാഷാണ്ഡതകളിൽ നിന്നും ഉരുതിന്ന് വന്ന ഒന്നാണ് ഈ പറയുന്ന നിക്കിയ. അതായത് തൃത്വത്തിന്റെ സന്തതി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം എന്താണ്? ഒരുത്തരേ ഉള്ളൂ, ഒരുത്തൻ. അതായത് ഞാൻ ഒരുത്തൻ മാത്രമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിനെയാണ് പറയുന്നത്. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ രണ്ടാമതൊരു ദൈവം കൂടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നിക്കിയ ചൊല്ലുമ്പോ എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല്, നിക്കിയയിൽ നമുക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യം എന്താണ്? ഈ മറിയത്തെ അല്ലെങ്കിൽ കർത്താവിനെ ഉദരത്തിൽ താങ്ങുവാനുള്ള ഭാഗ്യം ലഭിച്ച മറിയത്തിന് ദൈവമാതാവ് എന്ന പദവി കൊടുത്തു. അതാണ് അതിനകത്ത് പറഞ്ഞത്. അതാണ് സാംകുട്ടി സാറിന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ആ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ സാംകുട്ടി സാറിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇത് പകുതി എടുക്കാമെന്നും പറഞ്ഞാണ് അദ്ദേഹം ഇരുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിക്കിയ വിശ്വാസികൾ ചൊല്ലണോ? കാരണം ഒരേ ഒരു കാര്യം പറയുകയാണ്, ദൈവവചനത്തിൽ പറയുന്നു മറ്റൊരുത്തനും രക്ഷയില്ല. അപ്പൊ നിക്കിയ ചൊല്ലുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷ ലഭിക്കത്തില്ല. നിക്കിയ ചൊല്ലിക്കൊണ്ട് ഒരാളും രക്ഷപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാംകുട്ടി സാറ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ നിക്കിയ വേണമെങ്കിൽ ചൊല്ലാം. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. കാരണം നിക്കാൻ വലിയ സൗണ്ട് എന്നതിന് മറ്റുള്ളവർക്കപ്പോൾ സന്തോഷവുമായിരിക്കും. അത് പറയേണ്ട ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം ഈ ബന്ധുക്കുസുകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രംപൊക്കെ പൊട്ടി കൈയൊക്കെ അടിച്ച് ഭയങ്കരമായ സൗണ്ടുള്ള പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഇങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിക്കാമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ആരാധനകളൊക്കെയാണ് അവരുടെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ, അല്ലെ? നമ്മള് PG വർഗീസ് സാറിനെ പറഞ്ഞ പോലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞ പോലെ. അപ്പം അദ്ദേഹത്തെ ന്യായീകരിച്ചും അദ്ദേഹത്തെ തെറ്റായി പറഞ്ഞുകൊണ്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ബന്ധുക്കോസ്തുകാർ അങ്ങനെ ഒരു രീതിയിലാണ് അവരുടെ ആരാധന. കാരണം ദാവീദ് പണ്ട് ആരാധിച്ചിരുന്നു, അല്ലെ? ഡാൻസ് കളിച്ച് ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആണ് അവരെ ആരാധിക്കുന്നത്. അത് എന്തെങ്കിലും ആകട്ടെ, ആ വിഷയം പിന്നീട് ഞാൻ സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പം യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സർവ്വഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല. അപ്പൊ ഞാനല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ മറ്റൊരു ദൈവം കൂടി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചെറുത്തുകാരുടെ ഇടയിൽ നിക്കായിലും കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 2 ദൈവങ്ങളെ ആരാധിക്കാനുള്ള ഒരു വ്യവസ്ഥയും, അല്ലെങ്കിൽ 3 ദൈവങ്ങളെ ആരാധിക്കാനുള്ള ഒരു വ്യവസ്ഥയും
ദൈവവചനത്തിൽ എങ്ങും കാണാനില്ല. ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളാണ് നിക്കിയയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. പാപമോചനത്തിലുള്ള മാമോദിസ ഒരിക്കൽ മാത്രമാകുന്നത്. അതങ്ങോട്ട് സാംകുട്ടി സാറിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അത് വേണ്ട, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തേക്കാന്ന സാർ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഒരാളും പിതാവിന്റെ അടുക്കൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായ കാര്യമാണ് അല്ലെ. ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കാതെ ഒരാളും പോകുമെന്ന് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള കാര്യമാണ് ഇത്തരത്തിൽ ഓർപ്പിക്കുന്നത്. നിക്കിയ ചൊല്ലുന്നത് കൊണ്ടോ തൃത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. കാരണം ദൈവവചനം പറയുന്ന ദൈവം മോണോതിയോസ് എന്നാണ് എബ്രായ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, എബ്രായ ഗ്രീക്ക് ബൈബിളുകളിൽ വായിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. ഏകനാണ്, ഏകനായ ദൈവം, ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് നിക്കിയ ചൊല്ലേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.